ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ലക്ഷ്മി കൊണ്ടുകൊടുത്ത ആ പണം മേഘ അവരുടെ തന്നെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. പിച്ചക്കാശ് കൊണ്ട് തരികയാണോ എന്നും ചോദിച്ചിട്ട്. അത് കണ്ടിട്ട് ലക്ഷ്മിയും മനോഹരനും അതുപോലെ മുത്തശ്ശിയൊക്കെ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മുത്തശ്ശി മേഘയെ ദേഷ്യത്തോടെ വഴക്ക് പറയുന്നുമുണ്ട്. ഏയ് മേഘ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്തിനാടി പണം ഇങ്ങനെ വലിച്ചെറിഞ്ഞത്? മനോഹര, ആ പണമൊക്കെ എടുക്ക്. അപ്പോൾ അയാൾ വേഗം ഓടിപ്പോയിട്ട് അത് എടുക്കാൻ പോയപ്പോഴേക്കും മേഘ അയാളെ വാൺ ചെയ്യുന്നുണ്ട്. ആരും ഈ പണം എടുക്കാൻ പാടില്ല. എന്നിട്ട് ലക്ഷ്മിയോട് തട്ടിക്കയറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്നെ നാണം കെടുത്തി അപമാനിച്ച് വിട്ടിറക്കിയിട്ട് ഇപ്പോൾ പണം തന്ന് സമാധാനിപ്പിക്കാൻ വന്നതാണോ? മേഘയോട് സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നുകയാണ് മുത്തശ്ശിക്കും മനോഹരനും. അപ്പോഴും മേഘ അവളുടെ ആ ഒരു തന്നിഷ്ടം വിട്ട് പെരുമാറുന്നില്ല. അവൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നാണം കെടുത്തി ആ നാണക്കേടില്ലേ, അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യാതെ നിൽക്കില്ല. ആദ്യം ഈ പണമൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്ക്. മേഘ അത്രയും ധാർഷ്ട്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അത് കണ്ടിട്ട് മനോഹരനും മുത്തശ്ശിക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അതും പോരാതെ വീണ്ടും ലക്ഷ്മിയോട് പറയാണ്, പോയിട്ട് നിങ്ങളുടെ മകൾ ചന്ദ്രികയോട് പറഞ്ഞേക്ക് ഈ പണമൊന്നും കണ്ടു കഴിഞ്ഞാൽ മേഘയുടെ മനസ്സ് മാറില്ലെന്ന്. അവസാനം ലക്ഷ്മി പറയുന്നുണ്ട്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമല്ല മേഘ വരുന്നത്, സഹതാപാണ് വരുന്നത്. നീ ചെയ്ത തെറ്റിന് ഇവരൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നത്? അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശി മനോഹരനും തലയാട്ടുന്നുണ്ട്. അതും പോരാതെ പ്രിയയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മേഘയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ലക്ഷ്മി ചോദിക്കുകയാണ്, നോക്ക് ഈ കുട്ടിയെ നോക്ക്, ആകെ വാടി തളർന്നിരിക്കുക. അപ്പോഴും മേഘ പറയുന്നുണ്ട്, എൻ്റെ മകളെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും നിങ്ങളാരും വിഷമിക്കേണ്ട. അവളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. അത് കേട്ടിട്ട് ലക്ഷ്മി നിലത്ത് മേഘ വലിച്ചെറിഞ്ഞ് ആ പണമൊക്കെ പെറുക്കിയെടുക്കുകയാണ്. അവർ സങ്കടത്തോടു കൂടി മേഘയെ നോക്കുന്നുണ്ട്. ആ പണമൊക്കെ പെറുക്കി ലക്ഷ്മി എഴുന്നേറ്റപ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടും സഹിക്കാനാവാത്ത സങ്കടത്തോടും കൂടി മേഘയോട് പറയുന്നുണ്ട്, പണവുമായിട്ട് വന്ന ലക്ഷ്മിയെ ഇങ്ങനെ വേദനിപ്പിച്ചില്ലേ? ഈ ഒരു പാപത്തിനൊക്കെ നീ ഇനി എന്തൊക്കെയാണ് കഷ്ടപ്പെടാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ലക്ഷ്മിയാണ് ചെറിയമ്മയോട് പറയുന്നത്, ചെറിയമ്മേ, മേഘയെ വഴക്ക് പറയണ്ട. അവൾ എങ്ങനെയാണോ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ അവൾ ജീവിക്കട്ടെ. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ വിഷമത്തോടു കൂടിയാണ് ലക്ഷ്മി തിരിച്ചു നടക്കുന്നത്. പക്ഷേ പ്രിയ ഓടിപ്പോവാണ്, മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശി. എന്നിട്ട് അത് കേട്ടപ്പോൾ സങ്കടത്തോടെ ലക്ഷ്മി തിരിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രിയ പറയാണ്, മുത്തശ്ശി എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടും മുത്തശ്ശി, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു മുത്തശ്ശി, എനിക്കിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല മുത്തശ്ശി, പ്ലീസ് മുത്തശ്ശി. അത് കേട്ടിട്ട് മേഘയെ ഒന്ന് നോക്കുകയാണ് ലക്ഷ്മി. മേഘയാണെങ്കിൽ മുഖം വീർപ്പിച്ചിരിക്കാന്നല്ലാതെ മറുപടിയായിട്ടൊന്നും പറയുന്നില്ല. പ്രിയയുടെ അവസ്ഥ കണ്ടിട്ട് മുത്തശ്ശിക്കും മനോഹരനും ലക്ഷ്മിക്കും ഒക്കെ വല്ലാത്ത സങ്കടമാവുകയാണ്. പ്രിയ കരഞ്ഞുകൊണ്ട് ഇത് തന്നെ ആവർത്തിച്ച് പറയാണ്, ഞാനും നിങ്ങളുടെ കൂടെ വരാം മുത്തശ്ശി, പ്ലീസ് മുത്തശ്ശി. മനസ്സ് കേൾക്കാതെ ലക്ഷ്മി വീണ്ടും പോയിട്ട് മേഘയോട് ചോദിക്കുന്നുണ്ട്, മേഘ, പ്രിയെങ്കിലും എൻ്റെ കൂടെ അയക്കും മേഘ. നിന്നോട് ആരും ഇങ്ങനെ കണ്ട ആൾക്കാരോടൊക്കെ പോയി കെഞ്ചാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൾ പ്രിയയെ തല്ലുവാണ്. കുഞ്ഞിനെ തല്ലുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അവൾ ചെറിയ കുട്ടിയല്ലേ, വിട്ടേക്ക്, കുഞ്ഞിനെയെങ്കിലും നീ ശരിക്കും നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോഴും പ്രിയ വീണ്ടും ബാക്കുന്നേ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മുത്തശ്ശി എന്നെയും കൂടെ കൂട്ടും മുത്തശ്ശി. റിയ, മിണ്ടാതെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവളെ വഴക്ക് പറയാണ്. മുത്തശ്ശി എന്നെയും കൂട്ടിയിട്ട് പോകാം മുത്തശ്ശി, മുത്തശ്ശി പ്ലീസ് മുത്തശ്ശി. പ്രിയ നിന്നോട് വായ് പൂട്ടി നിൽക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും തല്ലിയിട്ട് അവളെ പിടിച്ച് അവിടെ തിണ്ണയിൽ ഇരുത്തുവാണ്. അവസാനം മനോഹരം പറയുന്നുണ്ട്, ശരി ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അപ്പോൾ മുത്തശ്ശിയും പറയാണ്, നമുക്കുള്ള വിശപ്പിന് വെള്ളമെങ്കിലും കുടിക്കാം, നീ പോയി വെള്ളം എടുത്തിട്ട് വാ. അപ്പോൾ പ്രിയ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി എന്നെയും കൂട്ടാൻ വേണ്ടി പറ മുത്തശ്ശി, ഞാൻ പൊയ്ക്കോട്ടെ മുത്തശ്ശി. മേഘ പക്ഷെ അവളുടെ അഹങ്കാരത്തിൽ നിന്ന് കുറച്ചു പോലും പിന്നോട്ടേക്കുണ്ടായിരുന്നില്ല. അതേസമയം മഹേഷ് ഒരു കൂട്ടുകാരനൊപ്പം ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാ, നീ ഇപ്പോൾ കൂട്ടിയിട്ട് പോകുന്നയാൾ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവനെ കൊല്ലില്ലേ? മഹേഷ്, അവൻ പണത്തിന് വേണ്ടിയാണ് കൊലപാതകം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാളാണ്. എന്നോടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് പണം പോലും വാങ്ങിക്കാതെ നിനക്ക് വേണ്ടി ഈ ഒരു കൊലപാതകം ചെയ്തു തരാമെന്ന് അയാൾ വാക്ക് തന്നത്. ആ ശരി, ഒരു പ്രശ്നവും ഇല്ലാതെ സിദ്ധുവിൻ്റെ കഥ കഴിച്ചാൽ മാത്രം മതി. മഹേഷിന് അതായിരുന്നു ആവശ്യം. അതൊന്നും നീ ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അതൊക്കെ അയാൾ നോക്കിക്കോളും. രണ്ടുപേരും ഒരു ഗുണ്ടയെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ താവളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അയാളുടെ താവളത്തിലാണെങ്കിൽ ഒരാളെ കെട്ടിയിട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. സത്യം പറയടാ, സത്യം പറ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഏട്ടാ സാർ എനിക്കൊന്നും അറിയില്ല സാർ, എന്നെ വിട്ടേക്ക് സാർ, എനിക്കൊന്നും അറിയില്ല സാർ എന്നൊക്കെ. അങ്ങനെ അയാൾ ഒരുപാട് തല്ലുന്നൊക്കെ ഉണ്ട് കെട്ടിയിട്ടിട്ട്. അവസാനം ഈ ഒരു മഹേഷ് കാണാൻ വന്ന ഗുണ്ട വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് മര്യാദക്കാണ് സത്യം പറയാൻ പറഞ്ഞത്.
ഏയ്, ജീവനോടെ വീട്ടിൽ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ സത്യം പറയടാ. ആ സമയത്താണ് മഹേഷും കൂട്ടുകാരനും അവിടെ എത്തുന്നുണ്ടായിരുന്നത്. അവരങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഏയ് മഹേഷ്, നമുക്ക് തൽക്കാലം ഇവിടെ നിൽക്കാം. അവിടെ നിന്നുകൊണ്ട് കൂട്ടുകാരൻ ആ ഒരു കാഴ്ച മഹേഷിന് കാണിച്ചു കൊടുക്കുകയാണ്. അവർ കാണാൻ വന്ന അയാളുടെ ആ ഒരു സ്വഭാവം. അപ്പോൾ അയാൾ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി അയാളോട് പറയുന്നുണ്ട്, എനിക്ക് ഒന്നും അറിയില്ല ഏട്ടാ, എന്നെ വിട്ടേക്ക് സാർ. ഇപ്പം നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പം തന്നെ നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞിട്ട് അയാൾ അരയിൽ നിന്ന് തോക്കെടുക്കുകയാണ്. എന്നിട്ട് അത് അയാളുടെ നെറ്റിയിൽ വെച്ചുകൊണ്ട് ഇവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇപ്പം നീ സത്യം പറയുന്നോ അതോ ജീവൻ വെടിയാൻ പോകുന്നോ? എനിക്കൊന്നും അറിയില്ല സാർ എന്ന് അയാൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പം മഹേഷ് അതൊക്കെ കണ്ടു നിൽക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല ഏട്ടാ, എന്നെ വിട്ടേക്കേട്ടാ, എനിക്കൊന്നും അറിയില്ല ഏട്ടാ, എന്നെ വിട്ടേക്കേട്ടാ, അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് കാണാൻ വന്ന അയാൾ പറയുന്നുണ്ട്, നിനക്ക് ഇപ്പം ജീവനോടെ പോകാനാണ് നിൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന റിവോൾവർ വെച്ചിട്ട് അയാളെ വെടിവെക്കുകയാണ്. ആ നിമിഷം തന്നെ അയാൾ മരിച്ചു വീഴുന്നുണ്ട്. കാരണം നെറ്റിയിലായിരുന്നു വെടിവെച്ചിട്ടുണ്ടായിരുന്നത്. കൺമുന്നിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കൊലപാതകം കണ്ടപ്പോൾ ശരിക്കും മഹേഷ് ഒന്ന് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഡാ, ഇതെന്താണ് ഇങ്ങനെ കൊന്നു കളഞ്ഞത്? വാ, നമുക്ക് പോയിട്ട് അയാളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ മഹേഷിൻ്റെ കൈ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ അയാളുടെ കൂട്ടാളികളോട് അയാൾ കൊന്നിട്ട് അയാളെടുത്തിട്ട് കളയാൻ വേണ്ടി പറയുകയാണ്. മഹേഷും കൂട്ടുകാരനും കൂടെ അയാൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമസ്കാരം ഏട്ടാ. ആ സുന്ദര, ഇതെന്താ നീ ഈ സമയത്ത് ഇവിടെ എങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അയാൾ പറയാണ്, ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു സഹായം ആവശ്യമുണ്ടെന്ന്, ആ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്നിട്ട് മഹേഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. എന്താ ചെയ്യേണ്ടത് അത് പറ. അവനെ കൊല്ലണം ഏട്ടാ. അവൻ്റെ ഫോട്ടോ ഉണ്ടോ? മഹേഷ്, അവൻ്റെ ഫോട്ടോ എടുക്ക് എന്ന് പറയുമ്പോൾ മഹേഷ് വേഗം തന്നെ പോക്കറ്റിൽ നിന്ന് സിദ്ധുവിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് അയാൾ ചോദിക്കുന്നുണ്ട്, ഇവനെ എപ്പോഴാണ് കൊല്ലേണ്ടത്? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മഹേഷ് അയാൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അയാൾ പറയുന്നുണ്ട്, കാശി, ഒരാളെ കൊല്ലാൻ പണമില്ലാതെ ഇതുവരെ സ്റ്റോക്ക് എടുത്തിട്ടില്ല. പണം കയ്യിൽ കിട്ടാതെ ഞാൻ ഇന്ന് വരെ ആരെയും കൊന്ന ചരിത്രമില്ല. പക്ഷേ ഈ സുന്ദർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. എനിക്ക് വേണ്ടി ഇവൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവന് വേണ്ടി മാത്രമാണ് പണം പോലും വാങ്ങിക്കാതെ നീ പറഞ്ഞ ആളെ കൊല്ലാന്ന് ഞാൻ സമ്മതിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ മഹേഷിന് ഒത്തിരി സന്തോഷമായി. കാരണം പണം പോലും നഷ്ടപ്പെടാതെയാണല്ലോ സിദ്ധുവിനെ കൊല്ലാൻ വേണ്ടി അയാൾ സമ്മതിച്ചിരിക്കുന്നത്. നീ പൊയ്ക്കോ, ഞാനും പിന്നാലെ വരാം. അപ്പോൾ മഹേഷ് നന്ദിയൊക്കെ പറയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് സിദ്ധുവും ചന്ദ്രികയും മലരും അതുപോലെ തന്നെ ജാനകിയും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ജാനകി കയ്യിൽ താലത്തിലുള്ള പൂവൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൂജാരിയാണെങ്കിൽ അവരെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുപോലെ കാണാൻ സന്തോഷത്തോടെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് സ്വാമി. നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് മുന്നിൽ ഒരു നേർച്ചക്കട ഉണ്ടായിരുന്നു. അത് നിറവേറ്റാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൂജാരി അവർ ചെയ്യേണ്ട പ്രതിവിധികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കല്യാണച്ചക്കനും പെണ്ണും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് തീച്ചട്ടി എടുത്തിട്ട് 3 തവണ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ എന്ത് പാപം ഉണ്ടെങ്കിലും അതൊക്കെ പുറത്തു തരുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നല്ല രീതിക്ക് ആഘോഷമായിട്ട് തന്നെ നടക്കും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം സ്വാമി. ദൈവത്തിന് മുന്നിൽ വെക്കാനുള്ള പൂവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അതൊക്കെ സിദ്ധു കൊടുക്കുകയാണ്. പിന്നീട് ചെയ്യാനുള്ള ഓരോരോ അഭിഷേകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പാല്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൈകൊണ്ട് തന്നെ ദൈവത്തിന് പട്ടും മാലയും ചാർത്താനും അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഒക്കെ ചെയ്യാൻ ഇവർ പറയുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള നേർച്ചക്കടങ്ങൾ ആരംഭിക്കാം. ശരി സ്വാമി, ആദ്യം അഭിഷേകം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. ആ സമയത്താണ് മലറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദ്രികയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പം മലർ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഫോൺ റിങ് ചെയ്യുകയാണെന്ന്. ചന്ദ്രിക വേഗം ഫോണുമായിട്ട് പുറത്തേക്ക് പോവാണ്. വിളിച്ചത് മറ്റാരുമല്ല, വാസു ആയിരുന്നു. ആ പറയൂ മാമ. ചന്ദ്രിക, ഞാൻ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രിക ചുറ്റിലും നോക്കിയിട്ട് പറയാണ്, അമ്പാളുടെ സന്നിധിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വേണ്ട ചന്ദ്രിക, എന്നെ കണ്ടാൽ തന്നെ ജാനകിക്ക് വല്ലാത്ത ദേഷ്യം വരും. നിങ്ങൾ ആദ്യം പോയി അഭിഷേകമൊക്കെ ചെയ്തിട്ട് വരൂ. ഞാനിവിടെ ദൂരത്ത് നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം. ശരി മാമ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക സങ്കടത്തോടു കൂടിയാണെങ്കിലും കോള് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് പോവുകയാണ്. അതേസമയം കാശിയെയും കൊണ്ട് സിദ്ധാർത്ഥിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ് മഹേഷ്. അവൻ സംശയത്തോടെ കാറിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, കാശി, ഇന്ന് തന്നെ സിദ്ധാർത്ഥിൻ്റെ കഥ കഴിക്കുമല്ലോ അല്ലേ? ഈ കാശി കുറി വരച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ പ്ലാന്
തീർച്ചയായിട്ടും സക്സസ് ആവും. അത് കേട്ടപ്പോൾ മഹേഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. വീണ്ടും അവൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ല, ഈ കയ്യിലുള്ള തോക്ക് വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ലേ? എല്ലാവരും അവിടെ വെച്ചിട്ട് അറിയില്ലേ? അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയാണ്, ഇത് സൈലൻസറാണ്. ഇത് വെച്ച് വെടിവെക്കുകയാണെങ്കിൽ ശബ്ദം പുറത്തേക്ക് കേൾക്കുകയില്ല. അയാൾ ആ തോക്ക് നോക്കിയിട്ട് സന്തോഷത്തോടെ പറയാണ്. അതുകൂടി ആയപ്പോൾ മഹേഷിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ സിദ്ധുവിൻ്റെ കഥ അവസാനിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മഹേഷ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നത്. ആ സമയത്ത് ചന്ദ്രികയാണെങ്കിൽ കോളൊക്കെ കട്ടിയിട്ട് അകത്തേക്ക് വന്നപ്പോൾ സിദ്ധു ആണെങ്കിൽ അവളെ അന്വേഷിച്ച് വരുന്നുണ്ട്. ചന്ദ്രിക, ആരായിരുന്നു കോളിൽ? അത് വാസുമാമൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൂജയ്ക്ക് നിനക്ക് അകത്തേക്ക് വിളിച്ചൂടായിരുന്നോ? ഇല്ല സർ, അമ്മായി വഴക്ക് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് മാറി നിന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ, അതും ശരിയാണ്. എന്തിനാ വെറുതെ അമ്മയുടെ മനസ്സിനൊരു വിഷമം കൊടുക്കുന്നത്? സിദ്ധുവും അതിനോട് യോജിക്കുകയാണ്. ശരി ചന്ദ്രിക, അമ്മ കാത്തു നിൽക്കുന്നുണ്ട്, നീ അകത്തേക്ക് വാ. അതേസമയം മഹേഷും കാശിയും ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മഹേഷ് കാശിയോട് പറയുന്നുണ്ട്, കാശിയേട്ടാ, എന്നെ പോലീസ് സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അധിക നേരം പുറത്തു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഈ കാറിനകത്തിരിക്കാം. നിങ്ങൾ അകത്തേക്ക് പോയിട്ട് സിദ്ധുവിൻ്റെ കഥ കഴിച്ചിട്ട് വാ. സിദ്ധുവിൻ്റെ അവസാന ദിവസം ഇന്നായിരിക്കണം. ആ സിദ്ധു ചത്തെങ്കിൽ മാത്രമേ ചന്ദ്രികയെ വീണ്ടും എനിക്ക് കിട്ടുള്ളൂ. മഹേഷ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ കൊടുക്കുകയാണ് കാശിക്ക്. ചന്ദ്രികയെ എനിക്ക് വീണ്ടും കിട്ടുകയാണെങ്കിൽ അവളുടെ സ്വത്തും പണവും ഒക്കെ എൻ്റെ പേരിലും കൂടെ ആവും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. അപ്പം അയാൾ പറയുന്നുണ്ട്, മഹേഷേ, ഇത് ഞാൻ കാശിന് വേണ്ടി ചെയ്യുന്നതല്ല. നീ എൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. എന്നിട്ട് അരയിൽ നിന്നും അയാൾ തോക്കെടുക്കുകയാണ്. എന്നിട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, ശരി മഹേഷ്, ആരുടെയും കണ്ണിൽ പെടണ്ട, നീ കാറിനകത്തേക്ക് കയറിയിരുന്നോ, ഞാൻ അവനെ കൊന്നിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ്. ആ സമയത്താണെങ്കിൽ അമ്പാളിനുള്ള പ്രതിഷ്ഠയും പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിദ്ധുവും ചന്ദ്രികയും ജാനകിയും മലരൊക്കെ ചേർന്നിട്ട്. അപ്പോൾ അവർക്കൊപ്പം തന്നെയാണ് പൂജാരി ഉണ്ടായിരുന്നത്. അവർ കൊണ്ടുവന്ന ആ ഒരു കടം വീട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ അതിനു മുന്നിൽ പ്രാർത്ഥനയോടുകൂടി കൈകൂപ്പി നിൽക്കുകയാണ്. ആ സമയത്ത് കാശിയാണെങ്കിൽ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂജാരി അമ്പാളിന് പാലഭിഷേകമൊക്കെ ചെയ്തിട്ട് എല്ലാവരോടും ആ ഒരു ഇതിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു സൈഡിൽ പ്രാർത്ഥനയും പൂജയും വഴിപാടൊക്കെ നടക്കുകയാണ്. മറു സൈഡിൽ സിദ്ധുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാശി അവിടെ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാലഭിഷേകം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് ശേഷം രണ്ടാമത് നെയ്യഭിഷേകമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. അത് നോക്കാൻ വേണ്ടിയിട്ട് പൂജാരി പറയുകയാണ്. കാശി നല്ലൊരു അവസരം നോക്കി നിൽക്കുകയാണ് സിദ്ധാർത്ഥിനെ വെടിയുതിർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃത്യമായിട്ടൊരു ഷോട്ട് കിട്ടിയിട്ട് വെക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്രിക ഇതൊന്നും അറിയാതെയാണല്ലോ, അവൾ മുന്നോട്ടേക്ക് നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കാശിയുടെ ആ ഒരു ഉന്നം തെറ്റിപ്പോകുന്നുണ്ട്. അതേസമയം പൂജാരി ആ ഒരു നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് എല്ലാവരോടും, അതായത് ചെക്കനോടും പെണ്ണിനോടും സിദ്ധുവിനോടും ചന്ദ്രികയോടും അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കാൻ പറയാണ്. അതേസമയം കുറച്ച് പിന്നിലായിട്ട് വാസുദേവൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വാസുവും ആ ഒരു പൂജയിൽ ജാനകി കാണാതെ ഉൾപ്പെടുകയാണ്. അയാളും അവർക്ക് വേണ്ടിയിട്ട് ചന്ദ്രികയ്ക്കും സിദ്ധുവിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമതും ചന്ദ്രിക നീങ്ങിയ സമയത്ത് സിദ്ധാർത്ഥിനെ കൃത്യമായിട്ടൊരു ഉന്നം കാശിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പൂജാരി ഇങ്ങനെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാശിയാണെങ്കിൽ സിദ്ധുവിനെ കൊല്ലാൻ വേണ്ടി കൃത്യമായി ഉന്നം പിടിച്ച് നിൽക്കുകയാണ്. മറുഭാഗത്ത് ഒന്നും അറിയാതെ വാസുദേവനും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാശി കൃത്യമായിട്ട് ഉന്നം വരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ അതുവഴി പാസ് ചെയ്ത് പോയത്. അപ്പോൾ കാശിയുടെ ഉന്നം തെറ്റിപ്പോവുകയാണ്. അപ്പോൾ അയാൾ വെക്കുന്നില്ല, ദേഷ്യത്തോടെ പിന്നെയും പിൻവാങ്ങുകയാണ്. കാശിയുടെ വരവും കാത്ത് നിൽക്കുകയാണ് പുറത്ത് മഹേഷ്. അങ്ങനെ നെയ്യഭിഷേകം കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായിട്ട് മഞ്ഞളഭിഷേകമാണ് നടത്തുന്നത്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, അടുത്ത അമ്പാളിന് മഞ്ഞളഭിഷേകമാണ് നടത്തുന്നത്, നന്നായിട്ട് നോക്കിക്കോളൂ. സംസ്കൃതത്തിൽ ശ്ലോകമൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പൂജാരി മൂന്നാമതായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നത്. എന്നിട്ട് ചന്ദ്രികയോടും സിദ്ധുവിനോടായിട്ട് പറയുന്നുണ്ട്, നന്നായിട്ട് ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചോളൂ. അടുത്തതായിട്ട് കാശിക്ക് ഉന്നം കിട്ടിയിട്ട് വെക്കാൻ വേണ്ടി പോകുമ്പോഴാണ് സിദ്ധാർത്ഥ് താഴോട്ടേക്ക് കുഞ്ഞിട്ട് എന്തോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും ആ ഒരു ഉന്നവും നഷ്ടപ്പെടുന്നുണ്ട്. കാശിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. അങ്ങനെ അടുത്തതായിട്ട് ചന്ദനാഭിഷേകമാണ് നടത്തുന്നത്. സിദ്ധുവിനോട് ചന്ദ്രികയോട് അത് പറയുന്നുണ്ട്. അമ്പാളുടെ സന്നിധിയിൽ വെച്ചിട്ട് എത്ര തന്നെ ശ്രമിച്ചിട്ടും കാശിക്ക് സിദ്ധാർത്ഥിനെ വെടിവെക്കാൻ സാധിക്കുന്നില്ല. ഓരോ തവണ ഉന്നം വെക്കുന്നതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് ആ ഒരു ഇത് നഷ്ടപ്പെടുവാണ്. അങ്ങനെ അതിനുശേഷം ഇളനീർ അഭിഷേകമാണ് നടത്തുന്നത്. അത് നോക്കി നിൽക്കുകയാണ് ചന്ദ്രികയും സിദ്ധുവും, പിന്നാലായിട്ടും വാസുദേവനും. മഹേഷാണെങ്കിൽ കാശിയെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്രയും സമയം എടുക്കുന്നു മഹേഷ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ പോയിട്ട് സിദ്ധുവിനെയും കൊന്നിട്ട് വരുമെന്നാണ് വിചാരിച്ചത്. അവസാനമായിട്ട് സിദ്ധുവിന് നേരെ ഉന്നം പിടിച്ചപ്പോഴേക്കും ചന്ദ്രിക വീണ്ടും പഴയതുപോലെ സിദ്ധുവിന് മുന്നിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്.
ആ ഒരു ഉന്നവും നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം എല്ലാ വഴിപാടുകളും അഭിഷേകവും കഴിഞ്ഞതിന് ശേഷം പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, സ്വാമി അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളിവിടെ കാത്തു നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കർട്ടൻ വലിക്കുകയാണ്. അമ്പാളിനെ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടാണ് അദ്ദേഹം കർട്ടൻ മാറ്റുന്നത്. അദ്ദേഹം പുറത്തിറങ്ങി വന്നപ്പോഴേക്കും ആ ഒരു ദൈവത്തിൻ്റെ വിഗ്രഹം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് കാശി ആ സമയത്ത് ഉന്നം പിടിക്കുമ്പോഴേക്കും പൂജാരി വന്നിട്ട് അവർക്ക് മുന്നിലായിട്ട് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അമ്പാളിനെ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണും ചെറുക്കനും ചേർന്ന് അമ്പാളിന് മാല അണിയിക്കണം. ശരി സ്വാമി എന്ന് പറഞ്ഞിട്ട് അവർ മാല അണിയിക്കാൻ വേണ്ടി അകത്തേക്ക് പോവാണ്. മലറിനെയും കൂടി കൂട്ടിയിട്ടാണ് 3 പേരും ചേർന്നിട്ട് മാല തൊട്ട് തൊഴുതിട്ട് പൂജാരിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം അത് വാങ്ങിയിട്ട് അമ്പാളുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുകയാണ്. സിദ്ധുവിനെ ഉന്നം പിടിക്കുമ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ കാരണം കാശിക്ക് ഉന്നം നഷ്ടപ്പെടുകയാണ്. അവസാനം പൂജാരി വന്നിട്ട് അവർ അമ്പാളിന് വേണ്ടി കൊണ്ടുവന്ന ആ ഒരു പട്ടും നേരിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. പൂജ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാശി ഓരോ തവണയും ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് പൂജാരി പ്രസാദം അവരെ ഏൽപ്പിക്കുകയാണ്. ശേഷം സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പെണ്ണിൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദനം കൊടുക്കുകയാണ്. ജാനകിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ചന്ദ്രികയ്ക്ക് ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. പരസ്പരം അവർ രണ്ടുപേരും നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. പൂജ കഴിഞ്ഞപ്പോൾ പ്രസാദമായിട്ട് സ്വാമി ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവർ കൊടുത്ത കാര്യങ്ങളൊക്കെ തിരിച്ചവരെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ജാനകിയോടും അതുപോലെ സിദ്ധുവിനോട് ചന്ദ്രികയായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രസാദമാണ്, അതുപോലെ മാത്രമല്ല ആ ദൈവത്തിന് വേണ്ടി ചെയ്ത ആ ഒരു കടമൊക്കെ ദൈവം സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കല്യാണ ചെക്കനും പെണ്ണും 3 വട്ടം അമ്പലം പ്രദക്ഷിണം ചുറ്റി വരിക. അതിനുശേഷം മഞ്ഞൾ വെള്ളം തലയിൽ ഒഴിക്കുന്നതാണ് ആ ഒരു ചടങ്ങ്. ശരി സ്വാമി എന്ന് പറഞ്ഞിട്ട് ജാനകിയെയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. വാസുവും ജാനകി കാണാതെ അവിടെ നിന്ന് വേഗം മാറുന്നുണ്ട്. അതേപോലെ തന്നെ കാശിയാണെങ്കിലും അത്രയും നേരം നിന്നിട്ടും അവൻ്റെ ആ ഒരു ശ്രമം വിഫലമായത് കാരണം അവനും അവിടെ നിന്ന് പോവുകയാണ്. മഹേഷ് പുറത്ത് സിദ്ധുവിൻ്റെ മരണ വാർത്തയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.